സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോ ആയിട്ട് വരാനുണ്ടായ പ്രധാന കാരണം ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അതായത് നമ്മുടെ മമ്മൂക്കയുടെ മകനായിട്ടുള്ള ഈ ദുൽഖർ സൽമാനെതിരെയും അതേപോലെ തന്നെ പൃഥ്വിരാജിനെതിരെയും വലിയ രീതിയിലുള്ളൊരു അക്രമം അഴിച്ചുവിട്ടിരിക്കുകയാണ് സംഘിക്കുട്ടന്മാർ. എന്തുകൊണ്ടാണ് ഞാൻ ഈ സംഘിക്കുട്ടന്മാരെന്ന് പറഞ്ഞതെന്ന് ഇന്നലെ ഞാനത് പറഞ്ഞപ്പോൾ പലർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും ഇന്ന് ഞാനത് പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ആ ഒരു തെളിവ് സഹിതമാണ് ഞാൻ രംഗത്തേക്ക് വന്നിരിക്കുന്നത് സുഹൃത്തുക്കളെ. അതെ, അത് തന്നെയാണ്. അതായത് ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ ഈ ദുൽഖർ സൽമാനെതിരെയും പൃഥ്വിരാജിനെതിരെയും വലിയൊരു രീതിയിലുള്ള പത്രസമ്മേളനം കൊടുത്തുകൊണ്ടിരിക്കെ, പത്രസമ്മേളനം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കെ ഈ പത്രസമ്മേളനത്തിനിടയിൽ ഒരു കോൾ വന്നു പെട്ടെന്ന്. നമുക്കറിയാം എല്ലാ വിഷയങ്ങളെ പറ്റിയും വ്യക്തമായിട്ട് അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓരോ ബുക്ക് എടുത്തിട്ട് മമ്മൂട്ടിയുടെ മകൻ ദുൽഖർ, മമ്മൂട്ടിയുടെ കയ്യിൽ ഈ വാഹനമുണ്ടോ എന്ന് അറിയില്ല, മമ്മൂട്ടി ഇതിനകത്ത് ഇരയാണോ എന്ന് അറിയില്ല, മമ്മൂട്ടി കുറ്റക്കാരാണോ എന്ന് അറിയില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രഹസനങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കെ തന്നെ പെട്ടെന്ന് ഒരു കോൾ വരുന്നു. അദ്ദേഹം ഫോൺ എടുക്കുന്നു. ആ സാർ, യെസ് സാർ, 6 മണിക്ക് തുടങ്ങി സാർ, എല്ലാവരും എത്തി സാർ, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സാർ. പെട്ടെന്ന് എണീറ്റ് പോകുന്നു. അതിനകത്ത് എന്തൊക്കെയാ പറയാൻ നമുക്ക് കേൾക്കാം. എണീറ്റ് പോയിട്ട് പിന്നീട് വന്നിട്ട് ഞാനിത് അധികം ദീർഘിപ്പിക്കുന്നില്ല, എൻ്റെ പത്രസമ്മേളനം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ഒറ്റ പോക്കാണ്. തലയുമില്ല വാലുമില്ല, പുലി പോലെ വന്നവൻ എലി പോലെ പോയി, ആട് പോയെടുത്ത് പൂട പോലും ഇല്ല എന്ന് പറയുന്നൊരവസ്ഥ. സംഘി കസ്റ്റംസ് ഉദ്യോഗസ്ഥൻ അങ്ങനെ നാട് കടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. എന്തുകൊണ്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നുള്ള ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടതാണ്. ആദ്യം നമുക്ക് ഈ സംഘിക്കുട്ടൻ്റെ പത്രസമ്മേളനം ഒന്ന് കണ്ടു നോക്കിയാലോ. എന്തുകൊണ്ടാണ് സംഘി എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്കത് കണ്ടതിന് ശേഷം ബാക്കി വീഡിയോയിലേക്ക് വരാം. ഓപ്പറേഷൻ നുംകൂറിനെ കുറിച്ച് സംസാരിക്കാനാണ് ഇന്ന് നമ്മൾ എല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത്. നമ്മൾ ഭൂട്ടാനിൽ നിന്ന് കാറുകൾ ഇൻഡോ ഭൂട്ടാൻ ബോർഡർ വഴി കള്ളക്കടത്ത് നടത്തുന്ന ഒരു സംഘത്തെ ഐഡന്റിഫൈ ചെയ്തു. അവരുടെ ഡീറ്റെയിൽസ് എടുക്കുമ്പോൾ അവർ കൊണ്ടുവന്നിട്ടുള്ള വണ്ടികളുടെ ഡീറ്റെയിൽസ് എടുത്ത് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ ഒരു 5-6 മാസമായിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് ഒരു 150 മുതൽ 200 വണ്ടികൾ വരെ കേരളത്തിലുണ്ട് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. അപ്പൊ അങ്ങനെയാണ് ഓപ്പറേഷൻ നുംകൂർ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നുംകൂർ എന്ന് പറഞ്ഞാൽ ഭൂട്ടാനീസ് ഭാഷയിൽ വെഹിക്കിൾ എന്നാണ് അർത്ഥം. Sir, already going on, sir. 6:30 was the time, sir. They all come and it's already halfway through, sir. In front and it is already halfway through and done, sir. Of course, sir, it is on record, sir. We have not given any sensitive information, sir. We have only said that investigation, investigation is going on and we are looking at it. But of course we have told that army is checking and the embassy details have already been initiated. But that is that for we have evidences onto that. Sir, ठीक है. കണ്ടില്ലേ, പേടിച്ച് സംഘിക്കുട്ടൻ ഈ കോള് പെട്ടെന്ന് എടുത്തിട്ട് എല്ലാം കഴിഞ്ഞു, അല്ലെങ്കിൽ അവരുടെ വായിൽ നിന്ന് അല്ല പച്ച പുളിക്കുന്ന തെറി കേട്ടതിന് ശേഷം വന്നിട്ട് പറയാണ്, ഞാൻ ഈ പ്രസ് മീറ്റ് ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് അങ്ങ് പോയി. അണ്ണാ എവിടേക്കാണ് പോയത്? ബാത്റൂമിലൊന്നും അല്ല പോയത്, ഓടി ഒളിക്കാൻ പോയതാണ്.
സ്വന്തം മകനെ തൊട്ടപ്പോൾ വേദനിച്ച മമ്മൂക്കയാണോ വിളിച്ചത്, അതോ നമ്മുടെ പിണറായി വിജയൻ സഖാവാണോ വിളിച്ചത്, അതോ ഇനി കേന്ദ്ര സർക്കാരിന്റെ ഏതെങ്കിലും തലമുത്തപ്പന്മാരാണോ വിളിച്ചതെന്നുള്ളത് നമുക്കറിയില്ല. മേ ബി അങ്ങനെ ആയിരിക്കാം. മമ്മൂട്ടിക്കെതിരെയും ദുൽഖർ സൽമാനെതിരെയും അഴിച്ചുവിട്ട അക്രമം ഇനിയും ഒരു പരിധിയിൽ കൂടുതൽ വിടാൻ പാടില്ല എന്നുള്ളൊരു താക്കീത് കൊടുത്തുകൊണ്ടായിരിക്കണം ഈ കസ്റ്റംസ് കമ്മീഷണറിനെ ആരോ വിളിച്ചിരിക്കുന്നത്. അയാൾ പേടിച്ച് അടിമ സംഖ്യയായിട്ട് ഇങ്ങനെ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് ഫോൺ എടുത്തിട്ട് യെസ് സാർ, ഓക്കെ സാർ, ടീക്കെ സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയപ്പോൾ അവിടെ ആരാണ് മണ്ടന്മാരായത്? ഓപ്പറേഷൻ നുംകൂർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഭൂട്ടാനിലെ ഒരു വേർഡാണെന്നാണ് പറയുന്നത്. വാഹനത്തിന്റെ ഒരു പേരാണ്. ആ വാഹനം അവിടെ നിന്ന് ദുൽഖറും പൃഥ്വിരാജും പോയി കടത്തിക്കൊണ്ട് വന്നു അത്രേ. അതാണ് കസ്റ്റംസ് ഉദ്യോഗസ്ഥന്റെ കണ്ടുപിടുത്തം. ഈ കേന്ദ്ര ഗവൺമെന്റ് എന്ത് കാണിക്കാനാണ് പിന്നെ അവിടെ ഇരിക്കുന്നത്? ഇത്രയും വാഹനം കേരളത്തിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വാഹനത്തിന്റെ ടാക്സ്, രജിസ്ട്രേഷൻ, ആ വാഹനത്തിന്റെ എല്ലാ കാര്യങ്ങളും, കയറ്റുമതി ഇറക്കുമതി എല്ലാ കൂലികളും വാങ്ങിയതിന് ശേഷം കേരളത്തിൽ വന്നിട്ട് 10-15 വർഷങ്ങളായി, അല്ലെങ്കിൽ 5 വർഷങ്ങളായി. ആ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് ഒരു അന്വേഷണം വരുന്നത്. ആ വാഹനം ഭൂട്ടാനിലെ പട്ടാളക്കാർ വിറ്റതാണ്, ആ പട്ടാളക്കാർ തൂക്കിയിട്ട വണ്ടി ഇവർ അടിച്ചു മാറ്റിക്കൊണ്ട് വന്നതാണ്, ഈ വാഹനം ഇവരിങ്ങനെ അനധികൃതമായി യൂസ് ചെയ്യണമെന്നുള്ളത്. എന്തുകൊണ്ട് ഇതിനു മുൻപ് ആ വാഹനം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന സമയത്ത് നിങ്ങൾ അന്വേഷിച്ചില്ല? എല്ലാം വാങ്ങിയതിന് ശേഷം നാണമില്ലാതെ അവരുടെ കയ്യിൽ നിന്ന് അവർ കൊണ്ടുവന്ന വാഹനത്തിന്റെ നികുതി പണവും എല്ലാം വാങ്ങിയതിന് ശേഷം ഇപ്പോൾ വന്നിട്ട് നിങ്ങൾ പറയുകയാണ് വാഹനം അവിടുന്ന് അവർ കടത്തിയതാണെന്നുള്ളത്. എന്ത് ലോജിക്കില്ലാത്ത, എന്ത് വൃത്തികെട്ട വർത്തമാനമാണല്ലേ പറയുന്ന സംഖ്യകളെ നിങ്ങൾ. അപ്പൊ ഇതിൽ സംഖ്യയായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണറിന്റെ മെഴുകലാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ മെഴുകലിൽ അദ്ദേഹം എന്തൊക്കെയോ വലിയ രീതിയിലുള്ള പ്രസ്താവനകൾ ഇറക്കാൻ നോക്കിയതാണ്. പക്ഷെ ആ കോൾ വന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പരിപാടി ഇവിടെ അവസാനിച്ചു. അപ്പൊ ഈ ഒരു കാര്യത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് എന്തുകൊണ്ടാണ് ഞാൻ ഇവനെ സംഘി, ഈ കസ്റ്റംസ് കമ്മീഷണറിനെ സാറിനെ സംഘി എന്ന് വിളിക്കാനുണ്ടായ പ്രധാന കാരണം എന്നുള്ളത് ഞാൻ പറയാനിടയുണ്ടായി. അത് ഞാനൊരു ചാനലിൽ കണ്ടൊരു വാർത്തയാണ്, ഒരു വീഡിയോ ആണ്. അമ്പട കള്ള സംഘിക്കുട്ട ക്രിസംഗി എക്സ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് സുനിത ദേവദാസ് എന്ന് പറയുന്നൊരു യൂട്യൂബർ, പുള്ളിക്കാരിയുടെ ചാനലിൽ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി വീഡിയോയിലേക്ക് വരാം. കോട്ടും സ്യൂട്ടും തൊപ്പിയും കണ്ണടയും ഒക്കെ വെച്ചാലും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ആ ക്രിസംഗി പുറത്തേക്ക് തള്ളി വരുന്നുണ്ട്. നോക്കിയേ, വേഷം മാറി നടക്കുന്ന ആളുടെ പഴയ FB പോസ്റ്റുകൾ ചിലതൊന്ന് നോക്കൂ. 2016 നവംബർ 8 ക്രിസംഗി തുള്ളിച്ചാടുകയാണ് സുഹൃത്തുക്കളെ. ആനന്ദാശ്രുക്കൾ പൊഴിച്ച് കിടന്നു മറിയുകയാണ്. മോദിജിയുടെ മാസ്റ്റർ സ്ട്രോക്ക്. എന്താ കാര്യം? നോട്ട് നിരോധനം. നോട്ട് നിരോധിച്ചപ്പോൾ ഒരു നാട് മുഴുവൻ ഇവിടെ തേങ്ങിക്കറിഞ്ഞപ്പോ ക്യൂ നിന്ന് ആളുകൾ മരിച്ചു വീണപ്പോൾ ക്രിസംഗി ആനന്ദ നൃത്തം ചവിട്ടിക്കൊണ്ടിരിക്കുക. ഡോക്ടർ ടിജു സാറേ, എന്നിട്ട് കള്ളപ്പഴം മുഴുവൻ ഇപ്പൊ തിരിച്ചു വന്നോ, ഇപ്പൊ ഇല്ലാതായോ? തീർന്നില്ല കേട്ടോ. പണ്ട് മുതലേ ഇയാൾക്ക് സെലിബ്രിറ്റികളെ കണ്ണെടുത്ത് കണ്ടുവിടാം. മൂപ്പരുടെ കണ്ണിൽ മൂപ്പഴാണ് ഏറ്റവും വലിയ സെലിബ്രിറ്റി, താരം, സുന്ദരൻ എല്ലാം. ഏതോ മനോരമക്കാരനെ പോക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഫാഷൻ ഷോ ഒക്കെ നടത്തി മാധ്യമങ്ങളിൽ വാർത്ത നൽകുന്നിട്ട് സ്വന്തം ഫേസ്ബുക്കിൽ ഒട്ടിച്ചു വെക്കും. ഉളുപ്പില്ലാത്ത മനോരമ ഇതും ചെയ്യും, ഇതിനപ്പുറം പ്രസിദ്ധീകരിക്കുന്നത് നമുക്കറിയാം. ടിജോയുടെ ഫാഷൻ ഷോ വാർത്ത മനോരമ നൽകുന്ന തീയതി നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 2025 ഓഗസ്റ്റ് 28, കഴിഞ്ഞ മാസം 28. ഒരു പാലവിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്നാണല്ലോ പറയാ. എന്റെ തല, എന്റെ ഫുൾ ഫിഗർ മനോരമയിൽ അച്ചടിച്ചു വരുന്നതിന്റെ നന്ദിയും പ്രതിഫലവുമായി ഡോക്ടർ ടിജു സാർ മനോരമയ്ക്ക് ഒരു എക്സ്ക്ലൂസീവ് വാർത്ത നൽകി. ഓഗസ്റ്റ് 31 മനോരമയിൽ മറ്റു പത്രങ്ങൾക്കൊന്നും കിട്ടാത്തൊരു വാർത്ത കിട്ടി. എക്സ്ക്ലൂസീവ്. ജിജോ ജോൺ പുത്തേഴത്ത്, ഇത് ജിജോ ജോൺ പുത്തേഴത്തിന്റെ ബൈലൈനിൽ ടിജോ സാർ കൊടുത്ത ഒരു വാർത്ത വന്നു. ആ വാർത്ത ഭൂട്ടാനിൽ നിന്നുള്ള കള്ളക്കടത്ത് കാറുകൾ വാങ്ങിയതിൽ ഉന്നതരും കബളിപ്പിക്കപ്പെട്ടവരിൽ മലയാള സിനിമയിലെ 2 നടന്മാരുമെന്നാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ദുൽഖറിന്റെയും പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് നടന്നതും വാർത്ത മറ്റു മാധ്യമങ്ങൾക്ക് കിട്ടിയതും സെപ്റ്റംബർ 23. എന്നാൽ മനോരമയ്ക്ക് ഡോക്ടർ ടിജു സാർ ഓഗസ്റ്റ് 31 തന്നെ വാർത്ത ചോർത്ത് നൽകി. അന്ന് പറഞ്ഞത് കബളിപ്പിക്കപ്പെട്ടവരിൽ നടന്മാർന്ന. ഇപ്പൊ അവര് പ്രതികളാണ്. ഇപ്പൊ പുറത്തു വന്ന വാർത്തയിലെ ഒരുവിധം എല്ലാ കാര്യങ്ങളും അന്ന് ടിജു സാർ നൽകിയ വാർത്തയിലുണ്ട്. അപ്പോ ഈ ഗൂഢാലോചന ഡോക്ടർ ടിജു സാർ തുടങ്ങിയിട്ട് കുറെ കാലമായി. ടിജു സാറേ, ഇതൊക്കെ ഇങ്ങനെ മറുപടി പറയേണ്ടി വരും ടിജു സാറ്. ഈ ഗൂഢാലോചനയിൽ ഡോക്ടർ ടിജു സാർ മാത്രമല്ല പലരും ഉണ്ടെന്നാണ് ഈ വാർത്ത നമുക്ക് കാണിച്ചു തരുന്നത്. ഒരു മാസമായിട്ട് പുള്ളി ഇതിന്റെ പിന്നാലെ കിടഞ്ഞു നിൽക്കുക. പറഞ്ഞു വന്നത് ഈ ടിജു സാർക്ക് സെലിബ്രിറ്റികളോട് വൻ പുച്ചും പരിഹാസും. അങ്ങനെ പുച്ച മൂത്ത് പുറത്തേക്ക് തള്ളി വന്നപ്പോൾ മൂപ്പര് മോഹൻലാലിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടു. പോസ്റ്റിൽ പറയുന്നത് മെയ് 21 നടൻ മോഹൻലാലിന്റെ പിറന്നാൾ ആശംസാ പോസ്റ്റിന് 1000കണക്കിന് ലൈക്കുകളും 100കണക്കിന് ഷെയറുകളും. മെയ് 22 സ്വാതന്ത്ര്യ സമര സേനാനി രാജാറാം മോഹൻ റോയുടെ ജന്മദിന സ്മരണാർത്ഥം ഇട്ട പോസ്റ്റിന് ലൈക്ക് ചെയ്യാൻ 50 പേരില്ല. ലൈക്കിനെ കുറിച്ച് കരച്ചില്. റിയൽ ഹീറോസ് ആയ സ്വാതന്ത്ര്യ സമര സേനാനികളെ കണ്ടില്ലെന്ന് നടിക്കുകയും ആരോ എഴുതിയ തിരക്കഥയ്ക്കനുസരിച്ച് വെള്ളിത്തിരിയിൽ ധീരത നടിക്കുന്ന ഹീറോസിനെ അമിതമായി ആരാധിക്കുകയും ചെയ്യുന്ന അറിവില്ലായ്മ എന്ത് പേരിട്ട് വിളിക്കുമെന്ന്. അയ്യടാ, ടിജു സാർ ഉള്ളിലിരിപ്പ് പുറത്തു വന്ന് കണ്ടോ? ഉള്ളിലെ ക്രിസംഗി പുറത്തു വന്ന് കണ്ടോ? വ്യത്യസ്തതയുള്ള ഒരു കരച്ചിൽ. സത്യാണെന്നേ, ഈ ലോക മോഡലും റാമ്പിൽ തിളങ്ങുന്ന കസ്റ്റം സാറുമായ ഡോക്ടർ ടിജു സാറിന്റെ ബർത്ത്ഡേക്ക് പോലും വിഷ് ചെയ്യാൻ ആളില്ല, ലൈക്കില്ല. സാറിന്റെ കയ്യിലിരിപ്പ് വെച്ച മോദിജിയുടെ പിറന്നാൾ പോലെയൊക്കെ ആഘോഷിക്കേണ്ട പിറന്നാളാണ് ഈ ടിജു സാറിന്റെ പിറന്നാൾ. വിഷമിക്കേണ്ട ടിജു സാറേ, സാറ് സംഖ്യയാണെന്നുള്ളത് ഇപ്പോഴല്ലേ മാധ്യമങ്ങൾക്ക് മനസ്സിലായത്, ഇപ്പല്ലേ ഞങ്ങൾ ഇതൊക്കെ അറിയുന്നത്. അടുത്ത പിറന്നാൾ മുതൽ സംഖ്യകൾ ഇത് വൻ ലോക ആഘോഷമായിട്ട് ആലോചിച്ചോളൂ. അതാണ് എനിക്ക് രംഗണ്ണനെയാണ് ഓർമ്മ വരുന്നത്. രംഗണ്ണന്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഇൻസ്റ്റഗ്രാമിൽ പോലും ആരും എനിക്ക് ലൈക്കില്ല എന്ന് പറഞ്ഞിട്ട് രംഗണ്ണന്റെ ഒരു കരച്ചിലുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് ഈ കസ്റ്റംസ് കമ്മീഷണറുടെ കരച്ചില്. എന്തിനാണ് അയാൾ കരയുന്നത്? അയാൾക്ക് ലൈക്ക് ഇല്ലാത്തത് മാത്രമല്ല, സെലിബ്രിറ്റീസിനെ കാണുമ്പോൾ അയാൾക്ക് കുരു പൊട്ടുക എന്നുള്ളതും ഈ സുനിത എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ പറയുന്നുണ്ട്.
പറഞ്ഞുകൊണ്ട് വളരെ കൃത്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളുടെയും വളരെ കൃത്യമായിട്ടുള്ള തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പുള്ളിക്കാരി സംസാരിച്ചിരിക്കുന്നത്. ഞാൻ പോലും അന്തം വിട്ടുപോയി. കാരണം ഇങ്ങനെ ഒരു സംഖ്യക്കുട്ടനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് പുള്ളിക്കാരിക്ക് സാധിച്ചു എന്നുള്ളത് കണ്ടപ്പോൾ ഞാൻ അന്തം വിട്ടുപോയി സുഹൃത്തുക്കളെ. ഒരു പേരും കൂടി കൊടുത്തിട്ടുണ്ട്, വെറും സംഖ്യയല്ല, കൃസംഖി, കൃമിയായിട്ടുള്ള സംഖ്യ എന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ അർത്ഥം, എനിക്കറിയില്ല. എന്തു തന്നെയാണെങ്കിലും നല്ലൊരു പേര്. സംഖ്യയായിട്ടുള്ള കസ്റ്റംസ് കമ്മീഷണറിന്റെ ആർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നുവെന്നും ആരുടെ കാലിന്റെ കീഴിലാണ് ഈ ഓച്ചാനിച്ച് നിന്നുകൊണ്ട് മമ്മൂട്ടി എന്ന് പറയുന്ന വലിയൊരു നടന്റെ, ആ മഹാനടന്റെ മകനെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നും ലാലേട്ടന് അവാർഡ് കിട്ടിയതിന്റെ അടുത്ത 2 ദിവസങ്ങൾക്ക് അല്ലെ 3 ദിവസങ്ങൾക്ക് ശേഷമാണ് മമ്മൂക്ക എന്ന് പറയുന്ന ഒരു വലിയൊരു നടനെ കരിവാരി തേച്ച് കാണിക്കാനായിട്ട് ഈ ഒരു പോരാട്ട നാടകവുമായിട്ട് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. എന്ത് വൃത്തികെട്ട പരിപാടിയാണ് കാണിക്കുന്നത്. സ്വന്തം പല്ലിനിട മണപ്പിക്കാനായിട്ട്, സ്വന്തം പല്ലിനിട കുത്തിയിട്ട് അത് തന്നെ എടുത്ത് മണപ്പിക്കുന്ന പരിപാടിയല്ലേ ഈ തോൽവികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും ഇവന്മാരുടെ സ്വഭാവം എന്താണ്? എന്ത് പരിപാടി കാണിച്ചാലും അതെല്ലാം അടപടല മൂഞ്ചുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. വേടനെതിരെ ഒരു പരാതി കൊണ്ട് ഇവർ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? ആ വേടനെ എന്ത് ചെയ്യാൻ സാധിച്ചു? ആ വേടന്റെ മൈലേജ് അങ്ങോട്ട് കൂടാൻ സാധിച്ചു അല്ലേ? അത് ഇവരങ്ങോട്ട് കൂട്ടിക്കൊടുത്തു. ആ വേടന്റെ മൈലേജും വേടന്റെ പവറും വേണ്ടെന്ന് പറയുന്ന വ്യക്തിക്ക് കേരളത്തിലുള്ള സ്വീകാര്യത ഇവരങ്ങോട്ട് കൂട്ടി, നല്ല രീതിയിൽ കൂട്ടി. അത് ഇവരങ്ങോട്ട് സാധിച്ചു. എന്നാൽ അടിച്ചമർത്താൻ ശ്രമിച്ചപ്പോൾ അവർ വളരെയാണ് ചെയ്തത്, അവിടെ മുഞ്ചി. അതിനുശേഷം ഇപ്പോഴത്തെ മോഹൻലാലിന്റെ, മമ്മൂട്ടിയുടെ അല്ലെ പൃഥ്വിരാജിന്റെ ഒക്കെ വിഷയത്തിലേക്ക് ഇടപെട്ടു. സോറി, മോഹൻലാൽ അല്ല, പൃഥ്വിരാജിന്റെ വിഷയത്തിലൊക്കെ. ആ വിഷയത്തിൽ എന്തായി? അതും അടപടലം മൂഞ്ചുന്ന അവസ്ഥയിലേക്കാണ് പോകുന്നത്. വാഹനം ഭൂട്ടാനിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്ന സമയത്ത് അതിനെ കണ്ടുപിടിച്ച് അതിന് വേണ്ടുന്ന തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ല. ആ പണമെല്ലാം വാങ്ങി പോക്കറ്റിലിട്ട് അതെല്ലാം വീട്ടുകാർക്കും എല്ലാം കൊടുത്ത് വീതിച്ച് തിന്നതിന് ശേഷം ഇപ്പോഴാണ് ഓർക്കുന്നത്, ഒരു ഏമ്പക്കം വിട്ടതിന് ശേഷമാണ് ഓർക്കുന്നത്, അയ്യോ ഇത് കള്ളക്കടത്ത് വണ്ടിയുടെ ആയിരുന്നല്ലോ ഞാൻ എടുത്ത് തിന്നത്. അപ്പൊ എന്താണ് പ്രശ്നം? ഒരു പ്രശ്നമില്ല, അവന്മാരെ അങ്ങോട്ട് രാജ്യദ്രോഹിയാക്കണം. വിറ്റവനും അടിച്ചു മാറ്റിയവനും ഒന്നും അല്ല ഇവിടെ പ്രശ്നം, കൊണ്ടുപോയവനാണ് പ്രശ്നം. എന്നാൽ ഈ കസ്റ്റംസ് ഉദ്യോഗസ്ഥനെ ആരാണ് വിളിച്ചതെന്നാണ് എൻ്റെ സംശയം. ഇനി മമ്മൂക്കയാണോ, ഇനി അത് മോഹൻലാലാണോ, ഇനി അത് കേന്ദ്രമന്ത്രി, ഇനി പ്രധാനമന്ത്രി ആരെങ്കിലും ആണോ എന്നൊന്നും അറിയില്ല. എന്തു തന്നെയാണെങ്കിലും പുള്ളിക്കാരൻ്റെ ആ മുഖത്ത് നമുക്ക് കാണാൻ സാധിക്കും ആ പേടി, ആ ഭയം, ആ ഭീതി, ആ അടിമയായിട്ട് നിൽക്കുന്ന, അവരുടെ കാലിൻ്റെ കീഴിൽ ഓച്ചാനിച്ച് ഇങ്ങനെ നിൽക്കുന്ന ഒരു അടിയാളൻ്റെ ഒരു അവസ്ഥ അയാളുടെ മുഖത്തും അയാളുടെ കണ്ണിലും നമുക്ക് കാണാൻ സാധിക്കും. ഈ കൃസംഗി, ആ പേരെനിക്ക് ഇഷ്ടപ്പെട്ടു, ഇനി ഞാനത് ഉപയോഗിക്കുകയാണ്. ഈ കൃസംഗി കുട്ടന്മാരുടെയൊക്കെ അവസ്ഥ, കൃസംഗികളുടെയൊക്കെ അടിമകളെ, ഈ അടിയാളന്മാരായിട്ട് ഇങ്ങനെ ജീവിക്കാനാണല്ലോടാ നിന്റെയൊക്കെ വിധി. ഈ രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയൊക്കെ പറയുന്നത് ഉന്നത കുല ജാതന്മാർ വന്നെങ്കിലേ ഇവിടെ നന്നാവുള്ളൂ, എനിക്ക് പൂണൂലിട്ട ബ്രാഹ്മണനാവണം, എനിക്ക് അതാണല്ലോ ഇഷ്ടം. അതുപോലെ പൂണൂലിട്ട ബ്രാഹ്മണന്മാരുടെ അടിയിൽ നിൽക്കുന്ന നാണം കെട്ട അടിയാളന്മാരായി പോയല്ലോ കസ്റ്റംസ് കമ്മീഷണറെ നിങ്ങളൊക്കെ. പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും മമ്മൂട്ടിയുടെയും ഒന്നും ഒരു രോമത്തിൽ തൊടാനാവില്ല നിങ്ങൾക്ക്. കാരണം ഞാൻ മമ്മൂട്ടി പറഞ്ഞ ഡയലോഗ് എടുത്തിരിക്കുകയാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. ഒരു രോമത്തിൽ തൊടാൻ സാധിക്കില്ല. കാരണം നിന്നെയൊക്കെ പോലെയുള്ള അടിമകളല്ല മമ്മൂക്കയെ പോലെയുള്ള ആളുകൾ. മമ്മൂക്കയുടെ മകനും ആ ഒരു ചൂടുണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു തീ ഉണ്ടാവും. മമ്മൂക്കയുടെ മകനും അടിമയല്ല, മമ്മൂക്ക അടിമയല്ല. അതേപോലെ പൃഥ്വിരാജും ആരുടെയും മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനല്ല. ഇവര് വാഹനം പോയി ഭൂട്ടാനിൽ നിന്ന് ഡയറക്റ്റ് എടുത്തോണ്ടൊന്നും വന്നില്ലല്ലോ. ആ വാഹനം ഒരാൾ ഇവർക്ക് കൊടുത്തു. ആ കൊടുത്ത ആളിന്റെ കൃത്യമായിട്ടുള്ള രേഖകൾ ഇവരുടെ കയ്യിൽ കാണും. ആ രേഖകൾ വാങ്ങിയിട്ട് അത് കൊടുത്ത ആളിനെ പിടിക്കുക, ആ കൊടുത്ത ആളിൽ നിന്ന് അയാൾക്ക് കിട്ടിയത് എവിടുന്നാണോ അതിന്റെ സ്രോതസ് കണ്ടുപിടിക്കുക, അവർക്കെതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളൊരു പരിപാടി ചെയ്യാതെ ഇവരെ രാജ്യദ്രോഹിയും കുറ്റവാളിയും ആക്കിക്കൊണ്ട് കാണിക്കാനായിട്ട് ഈ പറയുന്ന കസ്റ്റംസ് കമ്മീഷണർ കാണിക്കുന്ന ത്വരയും ബാക്കിയുള്ളവർ കാണിക്കുന്ന ത്വരയും ഒക്കെ എന്തുകൊണ്ടാണെന്നും എന്തിന്റെ പേരിലാണെന്നും മനസ്സിലാക്കാനായിട്ടുള്ള സാമാന്യ ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് ഞാൻ പ്രത്യേകം പറയുകയാണ്. എന്ത് തന്നെയാണെങ്കിലും കൃസംഗികൾ മമ്മൂക്കയ്ക്കെതിരെയും ദുൽഖറിനെതിരെയും പൃഥ്വിരാജിനെതിരെയും ഒക്കെ കാണിച്ച പരിപാടി അത് വീണ്ടും അടപടലം പൊളിഞ്ഞിരിക്കുകയാണ്. അരിയും മൂഞ്ചി മണ്ണെണ്ണയും മൂഞ്ചി 1 മാസത്തെ റേഷനും മൂഞ്ചി എന്ന് പറയുന്നത് പോലെ സംഘിക്കുട്ടന്മാർ അടപടലം മൂഞ്ചി കുത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്.